ആ, ജോലിയൊന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. നീ ഇരിക്ക്, ഞാൻ വല്ലതുവേ കുടിക്കാൻ വല്ല എടുക്കാം ഞാനെന്നാ. ഓ വേണ്ട, എനിക്ക് വരുന്ന വഴിയിലേ ഞാനൊരു ഫ്രണ്ടിനെ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇച്ചിരി വെള്ളം മേടിച്ച് കുടിച്ചായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട, വേണമെങ്കിൽ എന്തെങ്കിലും പറയാം ഞാൻ. എൻ്റെ ഉമ്മ എന്തേ? ആ, ഉമ്മ കിടക്കുന്നു. ഇപ്പം അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. ഇപ്പം എപ്പം നോക്കിയാലും ഇപ്പം ഉമ്മക്കാൻ കിടപ്പാ. ഒന്നും പറയണ്ട, വയ്യല്ലോ ആള് ഞങ്ങൾ. അല്ല, എന്നോട് എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല, നേരിട്ട് കണ്ടേ പറയാൻ പറ്റത്തുള്ളൂ, നീ പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഉമ്മക്ക് എന്തെങ്കിലും വയ്യേ? ഏയ്, ഉമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മ പഴയതുപോലൊക്കെ തന്നെ, ഗുളികയും മരുന്നൊക്കെ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം, വേറൊന്നുമല്ല. ഞാൻ നിന്നോട് പറയാൻ വന്നത് അത് ശരിയാ, ഫോണിൽ കൂടെ പറഞ്ഞാലൊന്നും ശരിയാകത്തില്ല, നേരിട്ട് തന്നെ പറയണം. എനിക്കറിയാമല്ലോ, കുറേ നാളായി പിള്ളേരെ ആഗ്രഹമാണ് അറുവാപ്പാടെ അടുത്ത് പോയി കുറച്ചാൾ നിൽക്കണമെന്നൊക്കെ. ഓരോ കാരണത്താൽ നീക്കി പോയങ്ങ്. ഇപ്പോഴാണെങ്കിൽ എല്ലാം കൊണ്ട് ഒത്തു വന്നിരിക്കുക. ഇപ്പം ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് ഫാമിലിക്കാർ പോകുന്നുണ്ട്, ഇക്കാരോടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. 3 മാസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ പിള്ളേരെ മാത്രം ഒറ്റയ്ക്ക് വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഞാനും കൂടെ പോകണ്ടേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരെ തനിച്ചാക്കാൻ പറ്റത്തില്ലല്ലോ, ഇക്കാർക്ക് ജോലിക്കും പോകണം. പിള്ളേർ എപ്പോഴും പറച്ചിലാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒത്തു വന്നിരിക്കുക. ആ കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൂടെ വിളിച്ചത്. അതിനിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വളച്ച് കെട്ടാതെ നീ കാര്യം എന്താ വെച്ചത് തുറന്നു പറ. വേറൊന്നുമല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ, ഞാനും മക്കളോട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാലേ വരത്തുള്ളൂ. അപ്പോൾ ഉമ്മ എന്തായാലും ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നോക്കണമായിരിക്കും അല്ലേ? അതെ, അത് പറയാൻ കൂടി നിന്നെ വിളിച്ചത് ഞാൻ. ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് വരുമല്ലോ, അതുവരെ ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ. ഉമ്മയ്ക്ക് ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് പോട്ട് വരണമെങ്കിൽ ഉമ്മായി നീ ഒന്ന് നോക്കണം. 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പോട്ട് വരും. പിള്ളേരൊരു ആഗ്രഹമല്ലേടി, അതുകൊണ്ടാണ്. അപ്പോൾ അതുവരെ നീ ഉമ്മായി ഒന്ന് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയൊന്ന് നോക്കണം, അതാ. അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകണം, എന്നിട്ട് ഈ സമാധാനം ഇല്ലാത്ത സാധനം എന്നെ ഏൽപ്പിക്കാനല്ലേ? നടക്കത്തില്ല മോളെ, അത് നടക്കുന്ന കാര്യവുമല്ല അത്. അയ്യോ, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നീ ഏറെ നാൾ ഉമ്മയെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. വെറും 3 മാസത്തെ കാര്യമേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പോട്ട് വരും. കാരണം പ്രായം ചെന്ന ഒരാളല്ലേടി. അപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്? ഒരു സമാധാനം കാണത്തില്ല. എപ്പോഴും ഉമ്മാക്ക് വയ്യാഴിയും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അല്ലാതെ നീ അങ്ങ് നോക്കിയേക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഈ തള്ള നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല. ചില്ലറ ദ്രോഹമൊന്നുമല്ല ഈ തള്ള എന്നോട് ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് മുതൽ തുടങ്ങിയതാണ് ഈ തള്ള എന്നോട് ദ്രോഹം ചെയ്യാനായിട്ട്. നിങ്ങൾക്കതൊക്കെ മറക്കായിരിക്കും, നിങ്ങളെപ്പോലത്തുള്ള വിശാല മനസ്സൊന്നും എനിക്കൊന്നുമില്ല. ഇവിടുന്ന് പോയതിന് ശേഷമാണ് ഞാൻ സമാധാനത്തോടൊന്ന് ജീവിച്ചത് തന്നെ. ഞാൻ അതെടുത്ത കുറ്റം, ഇതെടുത്ത കുറ്റം, എൻ്റെ വീട്ടിൽ പോയ കുറ്റം, എന്തിന് എൻ്റെ ഭർത്താവിനോടൊന്ന് സംസാരിച്ചാൽ പോലും കുറ്റം ആ തള്ളയ്ക്ക്. ആ തള്ള ഇനിയിപ്പോൾ ഞാൻ നോക്കണം അല്ലേ? സമാധാനത്തോടെ ജീവിക്കാനും നിങ്ങൾ സമ്മതിക്കത്തില്ല എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെപ്പോലെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പോഴാണ് തള്ളയെ നോക്കുന്ന കാര്യം പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണോ നിനക്ക് പ്രതികാരം കാണിക്കുന്നത്? ഇപ്പോൾ അവർക്ക് ഒന്നിനും വയ്യാത്തൊരവസ്ഥയിൽ കിടക്കുന്നവരാണ്. അവരിപ്പം നമ്മളിട്ട് ദ്രോഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ മറക്കുക നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കരുതി വല്ല നടക്കുമോ? എനിക്ക് ഈ 3 മാസം ഉമ്മയെ നോക്കാൻ പറ്റുമോ? നീ മറ്റൊന്നും മനസ്സിൽ ഉമ്മയെ വെക്കാതെ. അത് ഉമ്മാക്ക് തന്നെ ഓർമ്മയില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് നീ അതിനെ ചൊല്ലി സംസാരിക്കുന്നത്. പറ, ഒരു 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങ് വരും. അതുവരെ നീ ഉമ്മയെ നോക്കിയാൽ മതി. അതിൻ്റെ അപ്പുറം ഞങ്ങൾ പോകത്തില്ല. പറ്റുമോ നിനക്ക്?
ഇല്ല, പറ്റത്തില്ല. ദേ, എന്നെ ഈ കാര്യം പറഞ്ഞത് എന്നെ വിളിക്കരുത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നോക്കുക. അല്ലാതെ ഈ തള്ള കേൾപ്പിച്ചിട്ടൊന്നും പോകാൻ പറ്റത്തൊന്നുമില്ല. ഞാനിട്ട് നോക്കത്തുമില്ല, ആ വീട്ടിൽ കൊണ്ടുപോകത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, മൂത്ത മോനോട് തന്നെ ചോദിക്കാൻ പറയുന്ന മാർഗം. അല്ലെങ്കിൽ ആ തള്ളയും കൂടെ കൊണ്ടുപോകും. എന്തായാലും ഞാൻ നോക്കത്തൊന്നുമില്ല. അതുകൊള്ളാം, ഇനി പറഞ്ഞേക്കാം. എന്നെ ഈ കാര്യം പറഞ്ഞ് വിളിക്കുകയും ചെയ്യരുത്. എനിക്ക് ആ തള്ളയുടെ മുഖത്ത് പോലും നോക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്കുണ്ട് അവർ എന്നോട് ചെയ്തത്. അതുകൊണ്ട് ഇനി കൂടെ എന്നെ പറയിപ്പിക്കാൻ വേണ്ട. വേറൊന്നും പറയാനൊന്നുമില്ലല്ലോ, ഞാൻ പോവാം. ഉമ്മ ഇതൊന്നും കേട്ടൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട.